പതിറ്റാണ്ടിനിടെ വടക്ക് കിഴക്ക് വൻ കുതിപ്പെന്ന് പ്രധാനമന്ത്രി. ആ സംസ്ഥാനങ്ങൾ വികസനത്തിന്റെ മുഖ്യധാരയിലാണ്. മുമ്പെങ്ങുമില്ലാത്ത വിധം നിക്ഷേപങ്ങളെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ഗൗതം അനന്തനാരായണൻ ചേരുന്നു വിവരങ്ങളുമായി. ഗൗതം, വടക്ക് കിഴക്കേക്ക് വികസനം എത്തുകയാണ്. പ്രധാനമന്ത്രി നേരിട്ടെത്തുന്നു. ഏതാണ്ട് 70,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്കാണ് തുടക്കമാകുന്നത്. വിവരങ്ങൾ എന്താണ്? വീണ, സിക്കിം സംസ്ഥാനം രൂപീകരിച്ചതിന്റെ 50-ാം വാർഷികാഘോഷത്തിലാണ് പ്രധാനമന്ത്രി ഇന്നിപ്പോൾ വെർച്വൽ മാർഗം പങ്കെടുത്തിരിക്കുന്നത്. അദ്ദേഹം ഡൽഹിയിൽ നിന്ന് സിക്കിമിലേക്ക് യാത്ര രാവിലെ തിരിച്ചിരുന്നുവെങ്കിലും അവിടുത്തെ മോശം കാലാവസ്ഥയെ തുടർന്ന് അദ്ദേഹത്തിന് സിക്കിമിൽ എത്താൻ കഴിഞ്ഞില്ല. അതിനാൽ വെർച്വൽ മാർഗം അദ്ദേഹം ഈ ആഘോഷത്തിൽ പങ്കെടുത്തു. ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ മൈതാനങ്ങളിൽ ഇരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് വടക്ക് കിഴക്കൻ മേഖലയിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ 10 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ പറ്റിയാണ്. ധാരാളം നിക്ഷേപങ്ങൾ വരുന്നു, ഒപ്പം വികസനത്തിന്റെ ഒരു മുഖ്യധാരയിലേക്ക് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ കടന്നു വന്നുവെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. 50 വർഷത്തിനിടയിൽ ഭാരതത്തിന്റെ ഒരു മാതൃകാ വികസന സംസ്ഥാനമായി ചെറു സംസ്ഥാനമായ സിക്കിമിന് മാറാൻ കഴിഞ്ഞുവെന്നും ഭാരതത്തിന്റെ അഭിമാനം ആകാശത്തോളം ഉയർത്തുന്ന നിരവധി വ്യക്തിത്വങ്ങൾ ആ മണ്ണിൽ നിന്ന് ഉയർന്നു വന്നതായും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇന്നിനെയും അദ്ദേഹം ഉച്ചതിരിഞ്ഞ് പശ്ചിമ ബംഗാൾ, ബീഹാർ സന്ദർശനം നടത്തുന്നുണ്ട്. നാളെ അദ്ദേഹം ഉത്തർപ്രദേശിലെ കാൺപൂരിലും പൊതുപരിപാടികളിൽ പങ്കെടുക്കും. വേണം. ഓക്കെ, ശരി ഗൗതം.